പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിൽ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിലെയും പാലക്കാട് എൻ ശ്രീനിവാസൻ വധക്കേസിലെയും പ്രതികളുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. UPA സെക്ഷൻ 333 പ്രകാരമാണ് സ്വത്ത് കണ്ടുകെട്ടിയത്. കലൂർ NIA കോടതിയുടേതാണ് നടപടി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സ്വത്തുവകകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ഇടപെടലുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. UPA സെക്ഷൻ 33 പ്രകാരമാണ് ഈ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. നിലവിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസും ഒപ്പം തന്നെ പാലക്കാട് A ശ്രീനിവാസൻ വധക്കേസും ഒരുമിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസുകളിലുമായി 74ഓളം പ്രതികളാണ് ഉള്ളത്. ഇതിൽ 30 പേരുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. ഒപ്പം തന്നെ ഇവരുടെ വാഹനങ്ങളും കണ്ടുകെട്ടിയിട്ടുണ്ട്. പ്രധാനമായും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളായ കരമന അഷ്റഫ് മൗലവി, അബ്ദുൽ സത്താർ, സാദിഖ് അഹമ്മദ്, ഷിഹാസ് അൻസാരി, മുജീബ്, നജ്മുദ്ദീൻ, സൈനുദ്ദീൻ, ഉസ്മാൻ, യഹിയ കോയ തങ്ങൾ, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ റൌഫ്, മുഹമ്മദ് അലി കുഞ്ഞാപ്പു, സുലൈമാൻ, അബ്ദുൽ വഹാബ്, ഫിറോസ് തമ്പി, മുഹമ്മദ് മൻസൂർ, ഒപ്പം തന്നെ സഹദ്, അഷ്റഫ്, നിഷാദ്, ഷാഫിൽ ഹമീദ്, മുഹമ്മദ് അലി എന്നിവരുടെ കോടികൾ വില വരുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. യഹിയ കോയ തങ്ങൾ, മുഹമ്മദ് മുബാറക്, അബ്ദുൾ റഹ്മാൻ, ഉമ്മർ എന്നിവരുടെയും സഹദ്, അഷ്റഫ്, നിഷാദ്, നൌഷാദ്, ബഷീർ, സിറാജുദ്ദീൻ, അമീർ അലി, റഷീദ്, മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് ഹക്കീം, അഷ്റഫ്, ജലീൽ, ഷഫീഖ് എന്നിവരുടെ വാഹനങ്ങളുമാണ് കണ്ടുകെട്ടിയത്. ഇതിൽ പ്രധാനമായും പത്തനംതിട്ട, ഈരാറ്റുപേട്ട, പെരുവന്താനം, കടുങ്ങല്ലൂർ തുടങ്ങിയ വിവിധ വില്ലേജുകളിലായുള്ള ഭൂസ്വത്തുക്കളും ഒപ്പം തന്നെ വാഹനങ്ങളിൽ മിനി ഗുഡ്സ് ട്രക്ക്, ഒപ്പം തന്നെ കാർ, ഓട്ടോ, ബൈക്ക്, സ്കൂട്ടറുകൾ തുടങ്ങിയ വാഹനങ്ങളുമാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർക്കെതിരെ തുടർ നടപടികൾ, വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കൂടി ദേശീയ അന്വേഷണ ഏജൻസി കടന്നിട്ടുള്ളത്. ആകെ 74 പ്രതികളിൽ 30ഓളം പ്രതികൾക്കെതിരെയാണ് സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടി. അതായത് നിലവിൽ ഭൂസ്വത്തുക്കളായോ വാഹനങ്ങളായോ സ്വത്തുവകകൾ ഉള്ള ആളുകളുടെ സ്വത്തുവകകളും വാഹനങ്ങളുമാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അപേക്ഷ പ്രകാരമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.